I have a word for this season. ഈ സീസണിനെ കുറിച്ച് എനിക്കൊരു ദൈവത്തിന്റെ ദൂതുണ്ട്. That is what I spoke yesterday also. ഇന്നലെയും ഞാൻ അതാണ് സംസാരിച്ചത്. So I just want to speak that word here. ഞാൻ ഇന്ന് ആ വചനം ഇവിടെയും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. I know for sure that the Lord will definitely minister to you. എനിക്ക് ഉറപ്പായിട്ടും അറിയാം ദൈവം നിങ്ങളോട് ഇന്ന് രാത്രി ശുശ്രൂഷിക്കുവാനായി പോവുകയാണ്. Hallelujah. Praise the Lord. Hallelujah. So please turn your Bibles to Luke chapter 1. എല്ലാവരും നിങ്ങളുടെ ബൈബിൾ എടുത്തോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം verses 62 to verses 64. Luke chapter 1 verses 62 to verses 64. ലൂക്കോസ് 1-ാം അധ്യായം 62 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവന് എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക ചോദിച്ചു. അവൻ്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവൻ്റെ വായും നാവും തുറന്ന് അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. Amen. Hallelujah. He wrote something. അവൻ ചിലത് എഴുതി. And instantly there was a deliverance. പെട്ടെന്ന് അവിടെ ഒരു വിടുതലുണ്ടായി. Instantly there was a breakthrough. പെട്ടെന്ന് അവിടെ ഒരു മാറ്റമുണ്ടായി. This breakthrough happened almost after 9 months. ഈ മാറ്റമുണ്ടായത് ഏകദേശം 9 മാസങ്ങൾക്ക് ശേഷമാണ്. There was a silence over 9 months. 9 മാസത്തോളമുള്ള ഒരു വലിയ നിശബ്ദതയ്ക്ക് ശേഷമാണ്. And then all of a sudden he scribbled something on the slate. പെട്ടെന്ന് അദ്ദേഹം ചില കാര്യങ്ങൾ എഴുതുവാനായി തുടങ്ങി. And instantly he was set free. പെട്ടെന്ന് തന്നെ അദ്ദേഹം വിടുതൽ പ്രാപിക്കുകയും ചെയ്തു. So I am prophesying for people here that whatever area of your life that was bound, you are set free this night. ഞാൻ നിങ്ങളോട് ഇന്ന് പ്രവചിക്കുകയാണ്, ഈ ദിവസങ്ങൾ നിങ്ങൾ ഏതൊക്കെ കാലങ്ങളായി നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നു, ഇന്ന് രാത്രി നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോവുകയാണ്. Maybe you were bound and speechless for almost 9 months. ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 9 മാസമായി നിങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം. You were dwelling in silence. നിങ്ങൾ നിശബ്ദതയിൽ വസിക്കുന്നതായിരിക്കാം. But this night God is setting you free. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തുവാനായി പോവുകയാണ്. God is ordaining a season of celebration in your life. ഒരു ആഘോഷത്തിന്റെ ഒരു സീസണിനെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രഖ്യാപിക്കുകയാണ്. Hallelujah. Perhaps 9 months is a small season, a small time span. എന്നാൽ 9 മാസം എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാലഘട്ടമാണ്. But there was a man who was spending almost 38 years in silence. എന്നാൽ വേറൊരു സ്ഥലത്ത് 38 വർഷമായി ഒരു മനുഷ്യൻ നിശബ്ദതയിലായിരുന്നു. There was a place called Bethesda. ബെഥസ്ദ എന്ന സ്ഥലത്ത്. And it had 5 porches. ആ കുളത്തിന് 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. And all the sick people dwelt there. എല്ലാ രോഗികളായ ആളുകളും അവിടെയാണ് താമസിച്ചിരുന്നത്. Bible says this particular man, he was there for 38 years. വചനം പറയുന്നു, തിരുവെഴുത്ത് പറയുകയാണ്, ഈ മനുഷ്യൻ, ഈ പ്രത്യേക മനുഷ്യൻ 38 വർഷമായി അതേ സ്ഥലത്ത് തന്നെ ആയിരുന്നു. We do not know how old that man was. നമുക്കറിയില്ല അതിന് എത്ര വയസ്സുണ്ടെന്ന്. But we only know that he was spending 38 years there. നമുക്ക് ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ, 38 വർഷമായി ആ മനുഷ്യൻ അവിടെ ആയിരുന്നു. Praise the Lord. Hallelujah. And why I say he was living in silence? ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞ അദ്ദേഹം നിശബ്ദതയിലായിരുന്നു എന്ന്? കാരണം അവിടെ അവർക്കൊരു ബിലീഫ് ഉണ്ടായിരുന്നു, വിശ്വാസം. There was a belief. They were believing that an angel would come and stir the pool, and whoever gets into the pool first will be healed. അവരിങ്ങനെ വിശ്വസിച്ചിരുന്നു, ഒരു ദൂതൻ ചില സമയങ്ങളിൽ ഇറങ്ങി വെള്ളം കലക്കും. ആദ്യം ആ വെള്ളം കലങ്ങിയ ശേഷം അതിനകത്ത് ഇറങ്ങുന്ന വ്യക്തി ആരായാലും സൗഖ്യമാകും. Praise the Lord. Angels are invisible beings. ഏഞ്ചൽസ് എന്ന് പറയുന്ന ദൂതന്മാരെന്ന് കാണാൻ കഴിയാത്തവരെയാണ്. They are spirit beings. അവര് ആത്മീയ ജീവികളാണ്. You cannot see them with your naked eyes. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവയെ കാണുവാനായി കഴിയത്തില്ല. So nobody knew when the angel would come or which way the angel would come.
ആർക്കും തന്നെ അതുകൊണ്ട് അറിയത്തില്ല. ഏഞ്ചൽസ്, ദൂതന്മാർ ഏതു വഴി വരുന്നു, എപ്പോ വരുന്നു ആർക്കും അറിയത്തില്ല. All they can hear was a stirring of the waters. അവർക്ക് ആകെ മനസ്സിലാകുന്നത്, അവർക്ക് അടയാളം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അനക്കത്തിന്റെ ശബ്ദമാണ്. So every inmate in Bethesda, അതുകൊണ്ട് തന്നെ ആ ബെഥസ്ദ കുളത്തിന് ചുറ്റും താമസിച്ചിരുന്ന എല്ലാ വ്യക്തികളും they were instructed to keep quiet. അവരെല്ലാവരും വളരെ ശാന്തമായിട്ടായിരിക്കും അവിടെ കിടക്കുക. Hallelujah. Because nobody can see the movement of angel. കാരണം വേറൊന്നുമല്ല, ആർക്കും തന്നെ ദൂതന്റെ വരവിനെ കാണാൻ കഴിയത്തില്ല. So they are spirit beings. അവർ ആത്മീക ജീവികളാണ്. They will come and stir the pool. അവർ വന്ന് വെള്ളത്തെ അനക്കും. And that sound everyone will hear. ആ ശബ്ദം എല്ലാവരും കേൾക്കും. Then they will try to go and get into the pool. ആ സമയത്ത് എല്ലാവരും ആ വെള്ളത്തിലേക്ക് ഇറങ്ങുവാനായി ശ്രമിക്കും. Perhaps you might have seen in the hospital some board, some saying a child and ഡോക്ടറിന്റെ അടുത്ത് കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് സൈലൻസ് എന്നൊരു ബോർഡ് കാണാറുണ്ട് അല്ലേ? അത് ബെഥസ്ദയുടെ ട്രഡിഷൻ ആണ്. ആ ബെഥസ്ദ കുളത്തിലുള്ള അതേ സിസ്റ്റം ആണ് അത്. So everybody were waiting in silence. എല്ലാവരും നിശബ്ദതയിൽ കാത്തിരിക്കും. This man was waiting in silence for 38 years. ഈ പ്രത്യേക മനുഷ്യൻ 38 വർഷമായി അതിന്റെ കരയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. He tried so many times. അദ്ദേഹം ഒത്തിരി തവണ അദ്ദേഹം ശ്രമിച്ചു. But it did not work. പക്ഷെ അതിന് ഒന്നും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. Every time he used to struggle and try to go, somebody will overtake him. ഓരോ പ്രാവശ്യം അദ്ദേഹം ആ വെള്ളത്തിൽ ഇറങ്ങാനായി ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുൻപേ വേറെ ആരെങ്കിലും ഇറങ്ങും. Somebody was stealing his opportunity of healing. അദ്ദേഹത്തിന്റെ സൗഖ്യമാകാനുള്ള അവസരത്തെ ആരൊക്കെയോ മോഷ്ടിച്ചു കൊണ്ടുപോവുകയായി. So he was so desperate. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ നിരാശയിലായിരുന്നു. So Jesus decided to reach out to him. എന്നാൽ യേശു അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോകുവാനായി തീരുമാനിച്ചു. Amen. If I am Jesus, I would not prefer to go on a Sabbath. ഞാനായിരുന്നു യേശു എന്നെങ്കിൽ ഞാൻ ആ ശബത്ത് ദിവസത്തിൽ പോകത്തില്ലായിരുന്നു. Because if I heal somebody on Sabbath, there are people waiting to make problem. കാരണം ശബത്ത് ദിവസം ആളുകളെ സൗഖ്യമാക്കിയാൽ അത് പ്രശ്നമായി എടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. But still Jesus went on a Sabbath. എന്നിട്ടും യേശു ആ ശബത്ത് ദിവസം തന്നെ അവിടെ പോകുവാനായി തീരുമാനിച്ചു. Why? എന്തുകൊണ്ട്? Because those people also believed that on Sabbath it's holiday for God. എല്ലാ വ്യക്തികളും അതുകൊണ്ട് വിചാരിച്ചിങ്ങനെയാണ് ശബത്ത് എന്ന് പറയുന്നത് ദൈവത്തിനും അവിടെ അവധിയായിരിക്കുമെന്നാണ്. ദൈവത്തിന് അവധി ആയതുകൊണ്ട് ദൈവദൂതനും വരത്തില്ല. Hallelujah. So what they were doing is, only on Sabbath it was a free day that they can talk to each other. അതുകൊണ്ട് തന്നെ ഈ ശബത്ത് ദിവസം എന്ന് പറയുന്നതായിരിക്കും അന്നായിരിക്കും അവർ പരസ്പരം സംസാരിക്കുന്നത്. Only on that day they were socializing. അവർ പരസ്പരം സംസാരിക്കുന്നതും വിശേഷങ്ങൾ തിരക്കുന്നതും ഈ ശബത്ത് ദിവസത്തിലായിരിക്കും. സബത്ത് വന്നാൽ അവർ പറയും നമുക്കൊന്ന് ചായ കുടിച്ചാലോ, പുറത്തു പോയിട്ട് വന്നാലോ. Only on that day. ആ ദിവസം മാത്രം. If Jesus had come on rest of any other day, യേശു വേറെ ഏത് ശബത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ദിവസമാണോ അവിടെ വന്നിരുന്നെങ്കിൽ, this man, because everyone was concentrating to only one direction. എല്ലാവരും ഒരേ ദിശയിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും, കാരണം വെള്ളം അനങ്ങുന്നുണ്ടോ എന്ന് നോക്കി. Imagine if Jesus approached that man, he was only focusing that side. ആ ദിവസം അല്ലാതെ ശബത്തിലല്ലാതെയാണ് യേശു വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യൻ ആ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുകയായിരിക്കും. Jesus should just go, hello. യേശു പോയി ഹലോ എന്ന് വിളിച്ചാൽ, hello brother, സഹോദര എന്ന് വിളിച്ചാൽ, and he would say shh, shh. അദ്ദേഹം യേശുവോട് പറയും മിണ്ടാതിരിക്കുക. എന്താ തലവേദനയാണോ? ഏതായാലും അങ്ങോട്ട്. Hallelujah. Hallelujah. So I want to tell you, Jesus did a miracle to that man on a least expected day. അതായത് യേശു അന്ന് ആ മനുഷ്യന്റെ ജീവിതത്തെ അത്ഭുതം ചെയ്തത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ദിവസമായിരുന്നു. Hallelujah. If you are hearing God's word, I want to tell you, your waiting in silence is over. ഇന്ന് എൻ്റെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുള്ള പ്രവചന ദൂത് ഇതാണ്, നിങ്ങളുടെ നിശബ്ദതയിലുള്ള കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. Hallelujah. Praise the Lord. So Jesus approached him.
On a യേശു അദ്ദേഹത്തിന്റെ Sabbath, അടുത്ത് വന്നു. on a Sabbath, ഒരു ശബ്ബത്ത് ദിവസം വന്നു. when he was able to speak, converse with him, അന്ന് അവനുമായി സംസാരിക്കാൻ കഴിയുന്ന ദിവസമായതുകൊണ്ട് അന്ന് വന്നു. and he said, "Hello, how are you?" അന്ന് അവനോട് ചോദിച്ചു, ഹലോ എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷം ചോദിച്ചു. And, "Yeah, I'm good, doing good." അന്ന് അദ്ദേഹം പറഞ്ഞു, ആ കുഴപ്പമില്ലാതെ പോകുന്നു. And then the Lord asked a question. എന്നിട്ട് യേശു കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. Do you have the desire to be made well? നിനക്ക് സൗഖ്യമാകാനുള്ള ആഗ്രഹം ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഹോസ്പിറ്റൽ സ്റ്റാഫ് ഉണ്ടോ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അതുണ്ടോ? നേഴ്സോ ഡോക്ടറോ ആരെങ്കിലും? എൻ്റെ കസിന് ഡോക്ടറാണ്, വേറെ ആരും ഡോക്ടറില്ല. ഓക്കെ, ആരെങ്കിലും നിങ്ങൾ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ചികിത്സയിലിരിക്കുന്ന ഹോസ്പിറ്റലിലിരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോയി അങ്ങനെ പോയി കണ്ടിട്ടുണ്ടോ? ICUവിലിരിക്കുന്നവരോ അല്ലെങ്കിൽ ആരെങ്കിലും രോഗിയായിരിക്കുന്ന ഒരു പ്രശ്നമോ അവരെ പോയി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, കണ്ടു കാണും. ആരോടെങ്കിലും പോയിട്ട് അവർ ഹോസ്പിറ്റലിരിക്കുന്ന സമയത്ത് അവരോടത്ത് പോയിട്ട് നിനക്ക് സൗഖ്യമാകണം ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമോ? Would you just go and ask somebody who's in ICU for 38 years? 38 വർഷമായി ICUവിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് പോയി നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് യേശു അവിടെ ചോദിച്ചത്. Praise the Lord. You know, I don't read Bible just like that. ഞാൻ ബൈബിൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വെറുതെ വായിച്ചു പോകാറില്ല. If I have a question, I immediately ask the Holy Spirit. എനിക്കൊരു ചോദ്യമുണ്ടായി, ഒരു സംശയമുണ്ടായാൽ ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും. Holy Spirit, why did Jesus ask such question? പരിശുദ്ധാത്മാവേ, എന്തിനാണ് യേശു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? Then the Holy Spirit explained to me. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വിവരിച്ചു തന്നു. നിങ്ങൾ എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? നാം സാധാരണ ചോദ്യം എന്തിനാ? Why? If I'm asking him, what is your name? Why am I asking? അറിയാത്തതുകൊണ്ടാണ്. അറിയാഞ്ഞതുകൊണ്ട്. എനിക്ക് അറിയണം, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് പേരെന്താണ് ബ്രദർ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റും. പക്ഷെ ദൈവം അങ്ങനെയല്ല. Praise the Lord. അവന് അകത്ത് ഡിസയർ ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിന് നേരത്തെ തന്നെ അറിയാം. പിന്നെ എന്തുകൊണ്ട് ചോദിച്ചു? Praise the Lord. I want to tell you, when the enemy destroys your faith, the next thing he destroys is your desire. ശത്രു നിങ്ങളുടെ വിശ്വാസത്തെ തകർത്ത് കളയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം പോലും ഇല്ലാതായി മാറും. Because Bible says in Philippians chapter 2 that desire is birthed into us by God. ഫിലിപ്പിയർ എല്ലാം അധ്യായത്തിൽ പറയുകയാണ് നമ്മുടെ അകത്ത് ആഗ്രഹം ഉണ്ടാകുന്നത് പോലും ദൈവത്താലാണ്. Amen. And Hebrews chapter 12 Bible says he is the one who authors our faith. എബ്രായ ലേഖനത്തിൽ പറയുകയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ അവനാകുന്നു. തുവക്കുന്നത്, വിശ്വാസത്തെ ആരംഭിക്കുന്നതും ദൈവമാകുന്നു. Hallelujah. Praise the Lord. So this man, he has lost every faith. ഈ മനുഷ്യൻ ബെഥസ്ദയുടെ കരയിൽ കിടക്കുന്ന ഈ മനുഷ്യന്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. And he also, lost all the desire. കൂടാതെ അവന്റെ ആഗ്രഹങ്ങൾ പോലും പ്രതീക്ഷകൾ പോലും നശിച്ചിരിക്കുകയാണ്. You must know that desire is the ground where faith can grow. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ആഗ്രഹമാണ് വിശ്വാസം വളരുവാനുള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. Praise the Lord. Hallelujah. Amen. I can prophesy to him and say, get ready, in 2 years time you're going to USA for ministry. എനിക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തോട് പ്രവചിച്ചു പറയാം, നിങ്ങൾ 2 വർഷത്തിനുള്ളിൽ അമേരിക്കയിലേക്ക് പോകുമെന്ന്. And maybe what I have shared is 100% correct. ചിലപ്പോൾ ഞാൻ പറഞ്ഞ 100% ശരിയായിരിക്കാം. But if he doesn't have the desire to receive that word, പക്ഷേ അദ്ദേഹത്തിന് അത് സ്വീകരിക്കാനുള്ള ഒരു ആഗ്രഹമില്ല എങ്കിൽ it will never happen. അതൊരിക്കലും സംഭവിക്കത്തില്ല. Praise the Lord. Because desire is connected to faith. കാരണം ആഗ്രഹം വിശ്വാസവുമായി കണക്ട് ചെയ്തിരിക്കുന്നു. Hallelujah. So there is, we are talking about a man who has completely lost his faith and his desire. നാം ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവനായിട്ടുള്ള വിശ്വാസവും അതോടൊപ്പം അദ്ദേഹത്തിന് ആഗ്രഹം സൗഖ്യമാകാനുള്ള ആഗ്രഹവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. You may ask, then why he is just going and trying? നിങ്ങൾ ചോദിക്കാം, എന്നാൽ എന്തുകൊണ്ട് ആ മനുഷ്യൻ അവിടെ ആയിരുന്നു വീണ്ടും സൗഖ്യമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു?
അത് അവന് ഒരു പഴക്കമായി പോയി. You got it? Yes. You know, he's accustomed to that. അത് ശീലമായി, അദ്ദേഹത്തിന് എല്ലാ ദിവസവും അങ്ങനെ പോയി ശീലമായി. Right? Imagine somebody is, getting up to go for work 7 o'clock every day. ഒന്ന് ചിന്തിച്ചു നോക്കി, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ജോലിക്കായി പോകുന്ന ഒരു മനുഷ്യൻ സൺഡേയും എണീക്കും 7 മണിക്ക്. Because, see, lot of things you're doing just for the sake of doing. അതായത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണ് പലപ്പോഴും. But God is breaking such patterns. എന്നാൽ ദൈവം അത്തരമുള്ള ചില പാറ്റേണുകളെ ബ്രേക്ക് ചെയ്യുകയാണ്. Praise the Lord. So the Lord knew that this man doesn't have a desire. ദൈവത്തെ, യേശുവിനെ പ്രത്യേകിച്ച് അറിയാം ഈ മനുഷ്യന് ഒരു ആഗ്രഹം പോലും ഇല്ല എന്ന്. നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. വിശ്വാസം നഷ്ടപ്പെട്ടു, ആഗ്രഹം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ദൈവം അവൻ്റെ അടുത്ത് വന്നിട്ട് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ അവന് അതിന് റിയാക്ട് ചെയ്യുവാൻ അവന് ബലനില്ല. So God asked him, do you have the desire? ദൈവം അവിടെ വന്ന് അവനോട് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള വിശ്വാസമോ അതിനുള്ള സാഹചര്യമോ അവനില്ല. അതുകൊണ്ട് ദൈവം അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ? അവനെ സംബന്ധിച്ച് അതൊരു ചോദ്യമാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ദൈവം ഇല്ലാത്ത കാര്യങ്ങൾ ഇരിക്കുന്നത് പോൽ വിളിക്കുന്നവനാണ്. ആമേൻ. Hallelujah. Praise the Lord. So when the Lord said desire, instantly desire was birthed on that person. ആമേൻ. ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന ദൈവമാകയാൽ ആ മനുഷ്യന് ഇല്ലാതിരുന്ന ആഗ്രഹം, ദൈവം ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവന്റെ അകത്ത് ജന്മം കൊള്ളുകയാണ്. Hallelujah. So the moment he said, do we have the desire was birthed, and then he said, now get up and walk. യേശു അവനോട് നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവന്റെ അകത്ത് ആഗ്രഹം ഉണ്ടാകുകയും അപ്പോൾ അത് കണ്ട യേശു അവനോട് എഴുന്നേറ്റ് നടക്ക എന്ന് പറയുകയും ചെയ്തു. Just because the desire was birthed, he was able to gather faith and respond to the word of God. അവന് ആഗ്രഹം ഉണ്ടായപ്പോൾ അവന് വിശ്വാസത്തെ സ്വീകരിച്ചുകൊണ്ട് അവനത് എഴുന്നേൽക്കുവാനായി കഴിഞ്ഞു. Praise the Lord. Hallelujah. So this night the Lord is speaking things over your life, things that are not there. ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ചിലതിനെ വിളിച്ചു വരുത്തുകയാണ്. Hallelujah. Praise the Lord. So Bible says Jesus healed that person as he gave him a total healing. വചനം പറയുന്നത് യേശു ആ മനുഷ്യന് ഒരു പൂർണ്ണ സൗഖ്യത്തെ നൽകി. That is why he said, take up your bed and walk. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ കിടക്ക എടുത്ത് നടക്ക. Hallelujah. Amen. There are so many hospitals in India. ഇന്ന് ഇന്ത്യയിൽ ഒത്തിരി ആശുപത്രികളുണ്ട്. There are so many beds in the hospital. ഹോസ്പിറ്റലിൽ ഒത്തിരി കിടക്കകളുമുണ്ട്. Hospital is known based on the beds. 300 bed hospital, 500 bed hospital, like that. It is known, at the count of the bed. ഇന്ന് പല ആശുപത്രികളും 500 കിടക്കയുള്ള ആശുപത്രി, 300 കിടക്കയുള്ള ആശുപത്രി, ഇങ്ങനെ കിടക്കകളുടെ എണ്ണം വെച്ചിട്ടാണ് പല ആശുപത്രിയും അറിയപ്പെടുന്നത് തന്നെ. Praise God. So imagine if one person is healed. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു മനുഷ്യൻ സൗഖ്യമായി പോയാൽ അവൻ പോകും ആ കോട്ടിൽ ആ ബെഡിനകത്ത് വേറൊരു സദാശിവം വരും. Hallelujah. Yes. Until the bed was there, it will be inviting sick people again and again and again. ഒരു വ്യക്തി സൗഖ്യമായി കഴിയുമ്പോൾ അദ്ദേഹം പോകും, ആ ബെഡിൽ മറ്റൊരാൾ വന്നുകൊണ്ടിരിക്കും. ആ ബെഡ് അവിടെ ഉള്ളിടത്തോളം കാലം ഓരോരുത്തരെയായി ആ ബെഡ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. But when God healed him, he said, take up your bed and go, because no one will come to this bed again. ഇവിടെ യേശു പറയുകയാണ്, നീ സൗഖ്യമായവനോട് പറയുകയാണ്, നീ കിടക്ക എടുത്ത് നടക്ക. അതായത് ആ കിടക്ക ഇനി അവിടെ വേണ്ട, ഇനി ഒരു രോഗി അവിടെ വരേണ്ടതില്ല. Hallelujah. Hallelujah. Praise the Lord. So when the power of God came upon him, പെട്ടെന്ന് ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ വന്നപ്പോൾ he was able to rise up. അവൻ എഴുന്നേൽക്കുവാൻ ശക്തിയുള്ളവനായി മാറി. He was carrying the bed. അവൻ തന്റെ കിടക്കയെ എടുത്ത് പിടിച്ചിരിക്കുകയാണ്. And he was walking away. അതും ചുമന്നുകൊണ്ട് അവൻ നടന്നുപോയി. Hallelujah. Now the problem is not the person being healed. The problem is he is carrying the bed.
ഇവിടെ സൗഖ്യമായ വ്യക്തിയല്ല പ്രശ്നം, അദ്ദേഹം കിടക്ക എടുത്ത് പോകുന്നതാണ് പ്രശ്നം. Hallelujah. ഹല്ലേലൂയ. I want to tell you, if you are, touched by the power of God, നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയാൽ സ്പർശിക്കപ്പെടുമ്പോൾ you will be carrying something that is visible to others. നിങ്ങൾ ചുമന്നടക്കുന്ന പലർക്കും പ്രത്യക്ഷമായി കാണുവാൻ കഴിയുന്നതായിരിക്കും. Hallelujah. നിങ്ങൾ എന്ത് ചുമക്കുന്നോ അതാണ് ചർച്ച. നിങ്ങൾ എന്ത് ചുമന്നടക്കുന്നതായിരിക്കും ചർച്ചാ വിഷയം. Praise the Lord. അപ്പോൾ കൂടുതൽ ചർച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ പൊക്കിയിട്ടുണ്ട്. Hallelujah. Praise the Lord. Amen. But the sad thing is that after receiving the healing, this man is just walking out and somebody is asking, hey, who healed you? ഈ മനുഷ്യൻ ഇങ്ങനെ സൗഖ്യമായി കിടക്കയും ഇവിടെ നടന്നു പോകുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിന്നെ ആരാണ് സൗഖ്യമാക്കിയത്? He said, I don't know. അവൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അപ്പം എനിക്കൊരു ഫോർമുല പിടികിട്ടി. അവിടെ അത്ഭുതം സ്വീകരിക്കുന്നതിനേക്കാളും ദൈവത്തെ അറിയുന്നതാണ് വലിയ കാര്യം. I mean, you understand? Knowing God is superior than receiving a miracle. ഒരു സൗഖ്യം സ്വീകരിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ് ദൈവത്തെ അറിയുക എന്നുള്ളത്. This man has received the miracle. ഈ മനുഷ്യൻ സൗഖ്യത്തെ സ്വീകരിച്ചു, അത്ഭുതത്തെ സ്വീകരിച്ചു. Even after receiving the miracle, he doesn't know anything about Jesus. ഈ അത്ഭുതത്തെ സ്വീകരിച്ച ശേഷവും ആ മനുഷ്യന് ദൈവത്തെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ യാതൊന്നും അറിയത്തില്ല. So there was a question raised. Who healed you? അവിടെ ചോദ്യം വരികയാണ്, നിന്നെ സൗഖ്യമാക്കിയത് ആര്? He says, I don't know. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. I don't know. എനിക്കറിയത്തില്ല. So in order to know, it was his responsibility to seek and find who healed him. അത് മനസ്സിലാക്കണമെങ്കിൽ അത് അവന്റെ ഉത്തരവാദിത്തമാണ്, അന്വേഷിച്ച് കണ്ടെത്തുക ആരാണ് അവനെ സൗഖ്യമാക്കിയത്. But Bible says Jesus found him at the temple. പക്ഷേ വചനം പറയുന്നു, യേശു അവനെ പള്ളിയിൽ വെച്ച് കണ്ടെത്തി. Hallelujah. Hallelujah. അവൻ കണ്ടെത്തിയിട്ടില്ല, പക്ഷേ യേശു കണ്ടെത്തി. അവൻ കണ്ടെത്തിയതല്ല, യേശു കണ്ടെത്തി. Maybe I'm speaking and prophesying over people here. ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ ആലോചന സംസാരിക്കുകയാണ്. You have received miracles from God. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി അത്ഭുതങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടാകും. You have received miracles from God. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടാവാം. But this night the Lord is visiting you a second time. ഇന്ന് രാത്രി നിങ്ങൾ രണ്ടാമതൊരു പ്രാവശ്യം ദൈവം നിങ്ങളെ വിസിറ്റ് ചെയ്യുവാനായി പോവുകയാണ്. Not to heal you, നിങ്ങളെ സൗഖ്യമാക്കുവാനല്ല, but to reveal himself to you. തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാനായി ഇന്ന് രാത്രി അവൻ നിങ്ങളെ വിസിറ്റ് ചെയ്യുവാനായി പോവുകയാണ്. Hallelujah. Amen. Hallelujah. So knowing Jesus is more than miracles. യേശുവിനെ അറിയുന്നത് അത്ഭുതത്തെക്കാൾ വലുതാണ്. Praise the Lord. Amen. We all know about Simon Peter, right? നമുക്ക് എല്ലാവർക്കും അറിയാം ശിമോൻ പത്രോസിനെ കുറിച്ച്. John chapter 1, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 41 and 42. 41, 42. Somebody can read that. കണ്ടത് സീമോനാണ്. സീമോൻ അവൻ്റെ ബ്രദർ ആൻഡ്രൂസ് അല്ലേ, അന്ത്രയോസ് വിളിക്കുന്നു, ഏയ് ഞങ്ങൾ മേസിയാവിനെ കണ്ടു. മേസിയ മീൻസ് അനോയിന്റഡ് വൺ, കിങ്. He was excited. Simon was excited. അന്ത്രയോസ് യേശുവിനെ കണ്ടു എന്ന് പത്രോസിനോട് പറയുമ്പോൾ അവൻ വളരെ എക്സൈറ്റഡ് ആവുകയാണ്. പത്രോസോട് പറഞ്ഞില്ല, ശിമോനോട് പറഞ്ഞു. ശിമോനോട് പറയുമ്പോൾ അവൻ വളരെ എക്സൈറ്റഡ് ആയി. എന്താണ് നമുക്കൊന്ന് കാണാം, അപ്പോ അങ്ങനെ സീമോനെ വിളിച്ചുകൊണ്ട് അന്ത്രയോസ് പോയി. യേശുവിൻ്റെ അടുക്കൽ പോയപ്പോൾ യേശുവിനെ കാണിച്ച് അന്ത്രയോസ് പറഞ്ഞു, ഇതാണ് മേശിയ. ഇവനെ നോക്കി അന്തം വിട്ടു. മേശിയായോ? മേശിയ എന്ന് പറഞ്ഞാൽ ഒരു രാജഗംഭീരമായിട്ടൊരു വ്യക്തിയല്ലേ, അങ്ങനെയല്ലേ? പക്ഷേ അത് മാത്രമല്ല, നോട്ട് ജസ്റ്റ് ദാറ്റ്, the moment
The moment Jesus saw Simon, he said, "Hey, Simon, from now on you will be Peter." അന്ത്രയോസ് യേശുവിന്റെ അടുക്കിലേക്ക് പത്രോസിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി, ഇതാണ് യേശു. ആ യേശു ശിമോനെ കണ്ട ഉടനെ ശിമോനോട് പറഞ്ഞു, ഹേയ് ശിമോനെ, നീ പത്രോസ് ആകുന്നു. Which means Petra, means rock. അതിനർത്ഥം പെട്ര എന്ന വാക്കാണ്, അതായത് കല്ല് എന്നാണ്, പാറ എന്നാണ്. Some scholars believe that Peter was a little stout person like me. പല വേദ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് പത്രോസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ പോലെ അത്യാവശ്യം സൈസൊക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. So Simon thought, "Hey, എന്തോ എന്നെ കളിയാക്കുന്നത്? ഞാനെന്തോ പാറയാണോ കളിയാക്കുന്നത്?" So he just left. പത്രോസ് അവിടെ നിന്ന് പോയി. പത്രോസിന് പേര് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ആളൊന്നും മാറിയിട്ടില്ല, ആളങ്ങ് പോയി. ശിമോൻ പത്രോസ് എന്നുള്ള പേര് മാത്രം കിട്ടി. He went back to his original lifestyle. വീണ്ടും പഴയ തൻ്റെ ജീവിത ശൈലിയിലേക്ക് മടങ്ങിച്ചു പോയി. He was just, he went to fish just like any other day. എല്ലാ ദിവസത്തെ പതിപോലെ എല്ലാ ദിവസം പോലെ അന്നും അദ്ദേഹം മീൻപിടുത്തത്തിനായി പോയി. Now Jesus went after Simon because something that he dropped in him belongs to Jesus. യേശുവിനെ വിട്ട് തൻ്റെ പഴയ ജോലിയിലേക്ക് ശിമോൻ പോയ ശേഷം യേശു അദ്ദേഹത്തിൻ്റെ പുറകെ പോയി. കാരണം യേശു അദ്ദേഹത്തിൻ്റെ അകത്ത് ചിലത് യേശുവിൻ്റെതായ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് നിൻ്റെതാണ്, പക്ഷെ പേര് എൻ്റെതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജോസഫിന് അങ്ങനെയായിരുന്നു. ദൈവം അവൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നം തന്നായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, എന്തോ നിങ്ങളുടെ ഉള്ളിൽ ദൈവം നൽകിയതുകൊണ്ട്. ആമേൻ. Something the world cannot destroy. Something Satan cannot, mess up with. ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയാത്തത് You have it inside of you. നിങ്ങളുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുകയാണ്. Just because of it, the Lord is after you. ദൈവം നിന്റെ പിന്നാലെ ഉള്ളതിനാൽ പിന്നാലെ വരും, അതിനുവേണ്ടി വരും. ദൈവം പറയുമോ, നീ എത്ര ആളായാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ വെച്ച പേര് അവിടെ ഉണ്ട്, അതിനുവേണ്ടി ഞാൻ വരും. Bible says Jesus saw the two boats. വചനം പറയുകയാണ്, യേശു അവിടെ കടന്നു വന്നു. യേശു വന്ന രണ്ട് ഒഴിഞ്ഞ ബോട്ടിനെയും കണ്ടു. And Bible says one belonged to Simon. വചനം പറയുകയാണ്, അതിൽ ഒരെണ്ണം ശിമോൻ ഉള്ളതായിരുന്നു. Bible doesn't say one belonged to Peter, but Bible say one belonged to Simon. വചനം പറയുന്നത് ഒരെണ്ണം പത്രോസ് ഉള്ളതായിരുന്നല്ല, ആ ഒരെണ്ണം ശിമോൻ ഉള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ പത്രോസിന് ഉള്ള ഒന്നും തന്നെ അവൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതായത് പത്രോസിനുള്ള ഒന്നും തന്നെ അതുവരെ അവന് ലഭിച്ചിട്ടില്ല. അവൻ ശിമോനുള്ളത് മാത്രമേ അന്നുള്ളൂ. അവൻ്റെ അടുത്ത് ആകെ ഇരിക്കുന്നത് ശിമോനുള്ളതാണ്. പത്രോസിന് ദൈവം പറഞ്ഞ ആ പത്രോസിന് കിട്ടാനുള്ളത് ഒന്നും കിട്ടിയിട്ടില്ല. അതിന് ചില കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയ ദൈവം വന്നതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. Because the Lord knew very well if something needs to be done, to that which belongs to Simon, I cannot release him, to become Peter. ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു ആ ശിമോനുള്ളതിൽ നിന്നും ചില കാര്യങ്ങൾ എനിക്ക് വിടുവിച്ച് അവനെ പത്രോസ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത്. So Simon is the old identity, Peter is a new identity. ശിമോൻ എന്ന് പറയുന്നത് പഴയ വ്യക്തിത്വമാണ്, എന്നാൽ പത്രോസ് എന്ന് പറയുന്നത് പുതിയ വ്യക്തിത്വമാണ്. Even this night, so many of us are not able to operate in the new identity because we are still holding on something to the old identity. ഇന്ന് രാത്രിയിൽ നമുക്ക് പലർക്കും നമ്മുടെ പുതിയ ക്രിസ്തുവിൽ ഐഡന്റിറ്റിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തത് കാരണം നമ്മൾ ഇപ്പോഴും നമ്മുടെ പഴയ ഐഡന്റിറ്റിയുമായുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. So the Lord is going to do something to deal with everything that belongs to your past. ദൈവം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഴയ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായി ഇന്ന് രാത്രി ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. Hallelujah, hallelujah. So Jesus came. അതുകൊണ്ട് യേശു വന്നു. He saw.
അവൻ കണ്ടു. And he stepped into one boat that belonged to Simon. യേശു വന്ന് ആ ശീമോനുള്ളതെന്ന് പറഞ്ഞ അതേ ബോട്ടിലേക്ക് യേശു കയറി. അവൻ്റെ അടുത്ത് അനുവാദമൊന്നും ചോദിച്ചില്ല. You know, when you have an empty boat, people will hesitate to step in. നിങ്ങൾക്ക് ഒഴിഞ്ഞ ബോട്ടുകളായിരിക്കുമ്പോൾ, നിങ്ങൾ ഒഴിഞ്ഞ വ്യക്തിയായിരിക്കുമ്പോൾ നിങ്ങൾ അടുക്കിലേക്ക് വരുവാൻ ആളുകൾ മടിക്കും. If you are nobody, I want to tell you, nobody will be willing to step into your life. നിങ്ങൾ ആരും അല്ലാതിരിക്കുമ്പോൾ ആരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറാവത്തില്ല. But there is only one person who is willing to take ownership of your emptiness. നിങ്ങളുടെ ആ ഒഴിഞ്ഞ അവസ്ഥയിൽ നിങ്ങളുടേതായി വരാനായിട്ട് ആകെ ഒരുവനേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. Praise the Lord. Hallelujah. So Bible says the Lord stepped into that boat that belonged to Simon. തിരുവെടുത്ത് പറയുകയാണ്, യേശു ആ ശീമോനുള്ളതെന്ന് പറഞ്ഞ ആ ബോട്ടിനകത്തേക്ക് കയറി. Praise the Lord. ആമേൻ. And then he said, ഒന്ന് ചെറുതായിട്ടൊന്ന് ചലിച്ച് ഒന്ന് മാറ്റി നീങ്ങി ഒന്ന് കൊടുക്കാമോ ബോട്ടിനെ ചെറുതായിട്ട് വെള്ളത്തിലേക്ക്. Because as long as it is in the shore, it is like captive. It cannot do anything. It stands idle. But when it moves into the water, you know, it is moving into freedom. അതായത് യേശു വന്നിട്ട് ശിമോൻ പത്രോസിനോട് പറയുകയാണ്, ഈ ബോട്ട് അല്പം ഒന്ന് ചലിപ്പിക്കണം, അല്പം ഒന്ന് വെള്ളത്തിലേക്ക് അനക്കണം. അതായത് ഈ കരയിൽ കിടക്കുന്ന, കരയോട് ചേർന്നിരിക്കുന്ന ഈ ബോട്ട് എന്ന് പറയുന്നത് ഒരു ബോണ്ടേജിലാണ്, അതൊരു ബന്ധനത്തിലായിരിക്കണം. പക്ഷേ ആ വെള്ളത്തിലേക്ക് ഇത് അനങ്ങുമ്പോൾ, മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിലേക്ക് മൂവ് ചെയ്യുകയാണ്. This night I want to tell you, Jesus is stepping into your boat to take you into the zone of liberty. ഇന്ന് രാത്രി യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നിങ്ങളെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. Hallelujah. And after that, after his preaching, നമുക്ക് preaching കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? തമിഴ്നാട്ടിൽ എൻ്റെ ആത്മാവേ കർത്തരെ സ്തോത്രി, you know, then we give New Testament benediction and finish. What about you? മെസ്സേജ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും? We will pray for the sick. That is really good. ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ അവസാനിക്കും, പ്രസംഗത്തിന് ശേഷം തീർന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ യേശു പ്രസംഗത്തിന് ശേഷമാണ് തുടങ്ങിയത്. Hallelujah. You know, സീമോന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, they were packing up everything. They were washing the nets and packing up. യേശു അവിടെ കടന്നു വരുന്ന സമയത്ത് അവർക്ക് ഒന്നും കിട്ടാത്തതിന് കാരണം ശിമോന്റെ കൂട്ടുകാരെല്ലാം അവർക്കുള്ള നെറ്റും ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Because to them they think that, you know, everything for today is over. അവരുടെ ചിന്തയിൽ ഇന്നത്തേക്കുള്ള മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. We are just preparing for tomorrow. നമ്മൾ നാളത്തേക്ക് വേണ്ടി നെറ്റുകളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. But Jesus says, no, it is not yet done. I'm going to deal with you today. യേശു പറയാണ്, അവസാനിച്ചിട്ടില്ല, നിന്റെ ഇന്നത്തെ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഡീൽ ചെയ്ത് അവസാനിപ്പിച്ചിട്ടില്ല. Praise the Lord. Hallelujah. യേശു ബോട്ടിനകത്ത് കയറി. അപ്പം ബോട്ട് സീമോൻ്റെ ബോട്ടാണ്. ബോട്ടിനകത്ത് കയറി. സീമോൻ്റെ പ്രശ്നം, ഇവിടെയെല്ലാം പുരുഷാരമുണ്ട്, ഇവിടെയൊക്കെ കടലുണ്ട്. പീറ്ററുടെ പ്രശ്നം ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? സൈമന്റെ പ്രശ്നം എവിടെ ഉണ്ടായിരുന്നത്? രാത്രിയെല്ലാം അവൻ ശ്രമിച്ചു, ഒന്നും കിട്ടിയില്ല. അത് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? മനസ്സിലായില്ലല്ലേ? ഓക്കെ, ഇവിടെ എല്ലാം ആൾക്കാരുണ്ട്, ഷോർ അല്ലേ, ഷോറിൽ കുറേ ആൾക്കാരുണ്ട്, അങ്ങനെയാണ് പറയുന്നത് ബൈബിളിൽ. കടലിൽ രാത്രിയെല്ലാം അവൻ ശ്രമിച്ചത് എവിടെ? കടലിൽ. യേശു ബോട്ടിൽ കയറി കടൽ നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? Did he say anything over the sea? ഇല്ല. പക്ഷെ എന്തു പറഞ്ഞു? ഇങ്ങോട്ട് പ്രസംഗിച്ചു അല്ലേ? ചില സമയത്ത് ദൈവം നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ഒരു വാക്കുകൂടി പറയത്തില്ല എന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ എൻ്റെ ബോട്ട് കൊടുത്തിട്ടും തമ്പുരാൻ ഒരു വാക്കുകൂടി പറഞ്ഞില്ലല്ലോ, ഒരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ചില്ലല്ലോ. Jesus knew very well that Peter, your problem of yesterday is already over. യേശു ശിമോൻ പത്രോസിന്റെ ബോട്ടിനകത്ത് കയറി കരയിലേക്ക് നോക്കിയാണ് മുഴുവൻ പ്രസംഗിച്ചത്.
കടലിനെ നോക്കി, കടലായിരുന്നു അന്ന് ശിമോന്റെ പ്രശ്നം. പക്ഷെ ആ കടലിലേക്ക് നോക്കി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി ഒന്നും ചിലപ്പോൾ ദൈവം പറഞ്ഞില്ലായിരിക്കാം. പക്ഷേ എന്ന് വെച്ച് ദൈവം അതിൽ പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥമില്ല. Hallelujah. Praise the Lord. Because Jesus knew, Simon, from this point onward you're going to become Peter. സൈമണ് ഈ കടലുമായിട്ട് സംബന്ധമുണ്ട്, പീറ്ററിനും ഈ ജനത്തുമായിട്ടാണ് സംബന്ധം. Amen. Praise the Lord. So as he spoke, he was preparing everything for Peter's tomorrow. യേശു അന്നവിടെ സംസാരിക്കുമ്പോൾ അന്നത്തെ ശിമോന്റെ പ്രശ്നത്തെ ഡീൽ ചെയ്യുന്നതിനപ്പുറമായി ശിമോന്റെ നാളുകളെ യേശു പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. Praise the Lord. And after the preaching, Jesus said, let us go into the deep waters. പ്രസംഗത്തിന് ശേഷം യേശു പറഞ്ഞു, ശിമോനെ നമുക്കിപ്പോൾ ആഴങ്ങളിലേക്ക് പോകാം. Amen. So now Bible says they were astonished to see 2 boats full of fish. വചനം പറയുന്നു, അവർ അത്ഭുതപ്പെട്ടു പോയി, 2 ബോട്ട് നിറയെ പെരുത്ത മീൻകൂട്ടത്തെ ലഭിച്ചു. So please read 11th verse. Luke chapter 5 verses 11. ലൂക്കോസ് 5-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. Luke chapter 5 verses 11. സകലവും അയ്യോ. After the miracle, Bible calls him Peter. ഈ അത്ഭുതത്തിന് ശേഷം തിരുവെഴുത്ത് ശിമോനെ പത്രോസ് എന്നാണ് വിളിക്കുന്നത്. Exactly on the 8th verse. 8-ാമത്തെ വചനത്തിൽ കൃത്യമായി. അതിന് മുമ്പേ വരെ സൈമൺ 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 ആയിരുന്നു, അതിനുശേഷമാണ് പീറ്റർ. ആമേൻ. Okay, see, imagine, I want to illustrate this to you. For a fisherman, 2 boats full of fish is money, correct? അതായത് ഒരു മുക്കുവനെ സംബന്ധിച്ച, മീൻപിടുത്തക്കാരനെ സംബന്ധിച്ചോളം 2 ബോട്ട് നിറയെ മീൻ കിട്ടുക എന്ന് വെച്ചാൽ അവന് സമ്പത്താണ്, വളരെയധികം പൈസയാണ്. Imagine, he runs to the market, sells all the fish and comes back to the church and says, hallelujah, praise the Lord. I was without anything. I was without any money. Jesus came into my boat and gave me everything. Hallelujah. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ശിമോൻ പത്രോസ് തനിക്ക് കിട്ടിയതെല്ലാം കൊണ്ട് പെട്ടെന്ന് ചന്തയിൽ കൊണ്ട് എല്ലാം വിറ്റിട്ട് ഒത്തിരി പൈസയുമായിട്ട് ഓടി പള്ളിയിൽ വന്ന് സന്തോഷത്തോടെ സാക്ഷ്യം പറയുകയാണ്, എനിക്കൊന്നുമില്ലായിരുന്നു, യേശു എൻ്റെ ജീവിതത്തിൽ വന്നു, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ലഭിച്ചു. ഹല്ലേലൂയ. നമുക്ക് പറയാമല്ലോ, പറയാമോ? പറയാം അല്ലേ? ആരെങ്കിലും ഒരു വ്യക്തി അതുപോലെ പറഞ്ഞാൽ, ഞാനിങ്ങനെ ഒരു ബിസിനസ് ചെയ്തു, എനിക്ക് ഒന്നും കിട്ടില്ലായിരുന്നു, യേശു തമ്പുരാൻ വന്നതിന് ശേഷം എനിക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഹല്ലേലൂയ പറയുമല്ലേ? പറയും. അത് ഒരു ഓപ്ഷൻ 1, അതൊരു ചോയ്സ് മാത്രമാണ്. 2ാമത്തെ ഓപ്ഷനിലേക്ക് വരാം. പത്രോസ് പറഞ്ഞു, ദൈവമേ, ഇതൊക്കെ തന്നതെല്ലാം ദൈവമാണല്ലോ, അത്ര മത്സ്യവും ഞാൻ ദൈവത്തോട് തരാം, ദൈവം പോകുന്ന വഴിയിൽ ആർക്കെങ്കിലും കൊടുത്തോ ദൈവമേ എന്ന് പറഞ്ഞാൽ എത്ര വലിയ സാക്ഷിയാണ്. റൈറ്റ്? ഓപ്ഷൻ 2 നല്ലതായിട്ടുണ്ടോ? നല്ലതായിട്ടുണ്ടോ ഇല്ലയോ? വേണമെങ്കിൽ എൻ്റെ അടുത്ത് കൊടുക്കും, ഞാൻ കൊണ്ടുപോകാം. അപ്പം ദൈവം തരുന്നതൊക്കെയും ദൈവത്തിലേക്ക് കൊടുക്കുന്നത് നല്ല ഓപ്ഷനാണ്. പക്ഷെ അതിനേക്കാളും ഒരു ഓപ്ഷനുണ്ട്. ഈ അത്ഭുതം ദൈവം പ്രവർത്തിച്ചതിന് പിന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? Amen. To understand the plan and purpose of this supernatural miracle. ഈ അത്ഭുതം ദൈവം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതിലൂടെ ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് വളരെ വലുതാണ്. Option 2, option 1, both will not change Simon into Peter, but option 3 will change Simon into Peter. ഈ ആദ്യത്തെയും 2ാമത്തെയും ഓപ്ഷൻ ശിമോനെ പത്രോസാക്കി മാറ്റത്തില്ല, പക്ഷേ ഈ 3ാമത്തേത് അവനെ തന്നെ ആള് മാറ്റുന്നതായിരുന്നു. Hallelujah. Hallelujah. Praise the Lord. So the purpose behind this miracle was to transform Simon into Peter. ഈ അത്ഭുതത്തിന്റെ പിന്നിലുള്ള പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ശിമോനെ പത്രോസാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. And just now we read in the 11th verse that they left everything
and followed Jesus. 11-ാം വാക്യത്തിൽ വായിക്കുകയാണ്, അവർ സകലതും വിട്ടേച്ച് അവന്റെ പിന്നാലെ ചെന്നു. Are you ready? He was not willing to own anything. അവരൊന്നും തൻ്റെതെന്ന് സ്വന്തമാക്കി വയ്ക്കാൻ ഒന്നും അവൻ താല്പര്യം കാണിച്ചില്ല. അവൻ അങ്ങനെ എന്തൊക്കെ വിട്ടു? സൈമൺ എന്തൊക്കെ വിട്ടു? സൈമൺ പീറ്റർ ആയപ്പോൾ എന്തൊക്കെ വിട്ടു എന്ന് നമുക്കൊന്ന് ചെറിയായിട്ട് ചിന്തിക്കാം. ബോട്ട് വിട്ടായിരുന്നോ? വിട്ടായിരുന്നു അല്ലേ? നെറ്റ് അതും കൂടെ വിട്ടായിരുന്നു അല്ലേ? ഇതിനേക്കാളും ഉപരിയായിട്ട് he was willing to leave behind even the miracle. അത്ഭുതമായിക്കോട്ട് ദൈവത്തിന് വേണ്ടി അവൻ പറഞ്ഞു, എനിക്ക് അത്ഭുതത്തിനേക്കാളും I want you. Amen. Amen. Hallelujah. Hallelujah. Praise the Lord. Amen. I feel in my heart that bearded brother, that brother Aji. Yes, Aji, stand up, Aji. എനിക്ക് അജിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് the love of the Lord is like an encounter. Amen. അജിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം ഒരു എൻകൗണ്ടർ ആയിട്ട് അനുഭവമായി മാറുകയാണ്. തുടങ്ങി. അത് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നിർത്താനേ ഒക്കത്തില്ല. അതൊന്നും ഇനി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. കുറേ നേരം ഇരുന്നങ്ങ് കരയും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊരു ചിന്ത ഉണ്ടാവും. ഒരുപാട് വചനങ്ങൾ വായിക്കണം. ഇതൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നു. Praise the Lord. Hallelujah. I mean, God is changing your identity. Amen. Amen. നിന്റെ വ്യക്തിത്വത്തെ ദൈവം മാറ്റുവാനായി പോവുകയാണ്. Thank you. Praise the Lord. Amen. So, knowing Jesus is greater than receiving a miracle. ഒരു അത്ഭുതം സ്വീകരിക്കുന്നതിനേക്കാൾ ഒത്തിരി വലുതാണ് ദൈവത്തെ അറിയുക എന്നുള്ളത്. Amen. Praise the Lord. So your silence, I do not know, maybe it was, one whole night of silence, or maybe 9 months of silence, or maybe 38 years of silence. God is breaking it this night. നിങ്ങളുടെ ഏകാന്തതയുടെ അല്ലെങ്കിൽ നിശബ്ദതയുടെ കാലഘട്ടം ചിലപ്പോൾ ഒരു രാത്രി മാത്രമായിരിക്കാം, ചിലപ്പോൾ 9 മാസമായിരിക്കാം, ചിലപ്പോൾ 38 വർഷമായിരിക്കാം. പക്ഷെ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെ ഇന്ന് രാത്രി ദൈവം ബ്രേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ലൂക്കോസ് 1:62 മുതൽ ഉള്ള വചനങ്ങൾ. Please read that. ലൂക്കോസ് 1 അതിൻ്റെ 62 വചനം. പിന്നെ അവന് എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവൻ ഒരു എഴുത്തു പലക ചോദിച്ചു. അവന്റെ പേര് യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. This is very, very important. I want to speak just 2 things and then end the word here. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Number 1. ഒന്നാമത്തെ കാര്യം, what causes the breakthrough? എന്താണ് അത്ഭുതത്തെ കൊണ്ടുവരുന്നത്? He is writing down a revelation that he received in his closet. Nobody knows, but he received the revelation through the angel, and now he's publicly writing that revelation. എന്താണ് അത്ഭുതത്തെ കൊണ്ടുവരുന്നത്? ഇവിടെ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ദൈവമായുള്ള ബന്ധത്തിൽ ദൂതൻ മുഖേന ലഭിച്ച വെളിപ്പാടിനെ അന്ന് രഹസ്യത്തിൽ ലഭിച്ചതിന് ഇന്ന് പരസ്യമായി അദ്ദേഹം എഴുതി കാണിക്കുകയാണ്. Hallelujah. Each and every time you receive a revelation from God, and when you declare it, miracles happen. എപ്പോഴൊക്കെ നിങ്ങൾ ദൈവം ലഭിച്ചിരിക്കുന്ന വെളിപ്പാടുകളെ നിങ്ങൾ സ്വീകരിച്ച് അതിനെ വായി തുറന്ന് ഡിക്ലെയർ ചെയ്യുമോ അപ്പോഴൊക്കെയും അത്ഭുതങ്ങൾ സംഭവിക്കും. There was a man called Bartimaeus. ബർത്തിമായി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. He was blind. അദ്ദേഹം അന്ധനായിരുന്നു, കുരുടനായിരുന്നു.
He used to come closer to the highway of miracles. അവൻ അത്ഭുതങ്ങളുടെ ആ വഴിയുടെ തീരത്ത് എപ്പോഴും അതിന്റെ സൈഡിൽ എപ്പോഴും വരുമായിരുന്നു. But he never traveled on the highway of miracles. പക്ഷെ ഒരിക്കലും അദ്ദേഹം ആ അത്ഭുതത്തെ അനുഭവിക്കാനിടയായി തീർന്നില്ല. One day Jesus was walking on the highway of miracles. ഒരു ദിവസം ആ അത്ഭുതത്തിന്റെ വഴിയെ യേശു നടന്നു വരികയായിരുന്നു. The moment he was informed, that Jesus of Nazareth is going, ഒരു ദിവസം അദ്ദേഹം അറിയുകയുണ്ടായി നസറേത്തുകാരനായ യേശു ഇതുവഴി കടന്നു പോവുകയാണെന്ന്. but he did not call Jesus of Nazareth, but he called Jesus, son of David. ആമേൻ. അദ്ദേഹം ആ സമയത്ത് യേശുവേ, നസറേനായ യേശുവേ എന്നല്ല വിളിച്ച, പകരം അദ്ദേഹം ഇങ്ങനെ വിളിച്ചു, ദാവീദ് പുത്രനായ യേശുവേ. So what is your revelation about Jesus Christ, and as you proclaim it, your miracle happens. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് എന്താണോ, തിരിച്ചറിവ് എന്താണോ, അത് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. Hallelujah. Praise the Lord. So he asked them to give a writing tablet, and he wrote the name publicly. ഇവിടെ സെഖര്യാവിന് ഒരു എഴുത്തു പലക കൊടുക്കുകയുണ്ടായി. അദ്ദേഹം അതിന്റെ പുറത്ത് അദ്ദേഹത്തിന് ലഭിച്ച വെളിപ്പാടിനെ എഴുതുകയാണ്. Not just that, the second thing I want to highlight. അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി ഊന്നി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. You must know when the encounter happened for Zechariah. ഈ സെഖര്യാവിന് ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ, as he could not believe, the angel put him on a mute mode. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റാത്തത് കാരണം ദൂതൻ അദ്ദേഹത്തിന്റെ വായ അടച്ചിരുന്നു, സംസാരിക്കാൻ കഴിയാതെയായി, ഊമനായി. And then the angel said, you will be set free on the day of things happening. ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നിനക്ക് സംസാരശേഷി തിരികെ ലഭിക്കുമെന്ന് ദൂതൻ പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ജനിച്ച അന്ന് ഇവന്റെ വായി തിറക്കേണ്ടിയായിരുന്നു. ശരിയാണ്, അങ്ങനെ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ചില പ്രോമിസ്ഡ് ബ്രേക്ക് ത്രൂ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക്. ദൈവം പറഞ്ഞ ബ്രേക്ക് ത്രൂ ആണ്. 2024 തന്നെ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞായിരുന്നു. പക്ഷേ 25 കയറിയിട്ടും ഇന്നും സംഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8 ദിവസങ്ങളായി. After on the 8th day they are going for circumcision. ഇവിടെ യോഹന്നാൻ ജനിച്ച ദിവസം അങ്ങനെയാണെങ്കിൽ അന്ന് സെഖര്യാവിന്റെ വായ് തുറക്കണമായിരുന്നു. പക്ഷെ സംഭവിച്ചില്ല. യോഹന്നാൻ സ്നാപകൻ ജനിച്ച് 8 ദിവസം കഴിഞ്ഞ് പരിച്ഛേദന കഴിക്കുവാനായി കൊണ്ടുപോവുകയാണ്. Hallelujah. And you see him asking for a writing tablet. നമുക്ക് കാണാൻ കഴിയും അന്ന് സെഖര്യാവ് ഒരു എഴുത്തു പലക ചോദിക്കുകയാണ്. Why? എന്തുകൊണ്ടാണ്? He is adapting to that inability even after the season of deliverance is proclaimed. അതായത് അദ്ദേഹത്തിന്റെ വിടുതൽ ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. യോഹന്നാൻ സ്നാപകൻ ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം സംസാരിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ഇന്നതൊരു ശീലമായി അതുമായി ചേർന്നങ്ങ് പഴകി ശീലിച്ചു പോവുകയാണ്. Amen. Many of us are continuing in some kind of pattern of captivity. ഇതുപോലെയാണ് നമ്മളും പലരും നമ്മുടെ ജീവിതത്തിലുള്ള ചില ലിമിറ്റേഷൻസുമായി അല്ലെങ്കിൽ ചില ബന്ധനങ്ങളുമായി ചില ലിമിറ്റേഷനുമായി നമ്മൾ ചേർന്ന് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. Everything is paid for you on the cross of Calvary. നിങ്ങൾക്ക് വേണ്ടി സകലതും കാൽവരി ക്രൂശിൽ യേശു വില കൊടുത്തു. Everything is proclaimed. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. But still you are prolonging in your captivity of the past. പക്ഷേ ഇപ്പോഴും നിങ്ങൾ പഴയ കാലത്തിന്റെ അടിമത്തത്തിൽ നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. This night God wants to cancel that pattern. ഇന്ന് രാത്രി ദൈവം ആ പാറ്റേണിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. He wants to put an end to every such pattern. അങ്ങനെയുള്ള പാറ്റേണുകൾക്കെല്ലാം ദൈവം അവസാനം ആക്കുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. Hallelujah. Amen. Hallelujah. He will set you free. യേശു നിന്നെ സ്വാതന്ത്ര്യം വരുത്തുവാനായി പോവുകയാണ്. Amen. What is the age of retirement for a priest? ഒരു പുരോഹിതന്റെ വിരമിക്കലിനുള്ള പ്രായം എത്രയാണെന്ന് അറിയാവോ? 70 years. 70 വയസ്സ്. 70. 23rd verse Bible says, Luke chapter 1 verses 23, he was retired. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുകയാണ് അവൻ വിരമിച്ചു, അവൻ പുരോഹിത ശുശ്രൂഷയിൽ നിന്നും റിട്ടയറായി.
റിട്ടയർ ആയതിനു ശേഷമാണ് ഹോളി സ്പിരിറ്റ് പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ജോലി അല്ലെങ്കിൽ ദൗത്യം അല്ലേ, ജോബ് പ്രൊഫൈൽ. നേരത്തെ പ്രീസ്റ്റായിരുന്നു. ആൾക്കാർ പറഞ്ഞു, എടാ നിനക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല, അതുകൊണ്ട് നീ ഒരു വോളണ്ടിയർ റിട്ടയർമെൻറ്റ് കൊടുത്ത് അങ്ങ് പോ. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? സംസാരിക്കാതെ മിണ്ടാപ്പൂച്ചയായിരുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നുമില്ല, ഒന്ന് വീട്ടിൽ പോക്കോ. ഹോളി സ്പിരിറ്റ് വന്നതിന് ശേഷം ബൈബിൾ ഡിക്ലെയർസ് ഹിം ആസ് പ്രോഫറ്റ്. ആമേൻ. അന്ന് അദ്ദേഹം തൻ്റെ പ്രായം കഴിയുമ്പോൾ അദ്ദേഹം പുരോഹിത ശുശ്രൂഷയിൽ നിന്ന് പോവുകയാണ്. പക്ഷേ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പേര് ഒരു പ്രവാചകനായി മാറുകയാണ്. Hallelujah. I strongly believe this night the anointing is going to change your identity. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, ഇന്ന് രാത്രി അഭിഷേകം നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റുവാനായി പോവുകയാണ്. Hallelujah. Hallelujah. How many of you know David? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ദാവീദിനെ കുറിച്ച്? എല്ലാവർക്കും അറിയാം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു അവന് 3 പ്രാവശ്യം അഭിഷേകം പ്രാപിച്ചു. You know? So first time after the anointing, അഭിഷേകം പ്രാപിച്ചതിന്റെ ആദ്യത്തെ പ്രാവശ്യം, after the anointing, he was playing the harp very well. കിന്നരക്കാരൻ. അദ്ദേഹം കിന്നരം നന്നായി വായിക്കുമായിരുന്നു. So somebody identified him, he's a very good player. അതുകൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്ത് അദ്ദേഹം നല്ലവണ്ണം കിന്നരം വായിക്കുന്ന ആൾ എന്നായിരുന്നു. ഓഡിയൻസിന് മുന്നേ വായിക്കുന്നവൻ. ആട് അറിയാമല്ലേ? ആട് ഗോട്ട്. ഓഡിയൻസ് മുന്നേ വായിച്ച വ്യക്തിയാണ്. ദാവീദിന്റെ മുന്നിലുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് ജനമായിരുന്നില്ല, ആടുകളായിരുന്നു. So somebody recognized that and spoke in the palace because Saul was suffering because of an evil spirit. ശൗൽ ഒരു ദുരാത്മാവിനാൽ ഭാരപ്പെടുന്ന സമയത്ത് ആരോ കൊട്ടാരത്തിൽ ഈ ദാവീദിനെ കുറിച്ച് അറിയിക്കുകയുണ്ടായി. And they invited David. David went and began to play the harp. അവിടെ ദാവീദിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ദാവീദ് അവിടെ കടന്നു ചെന്ന് കിന്നരം വായിക്കുകയും ചെയ്തു. But David had a problem. ദാവീദിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവന് ദുരാത്മാ വരുന്നവരെ വെയിറ്റ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ആദ്യം ദുരാത്മാ വരട്ടെ, പിന്നെ ഞാൻ കിണ്ണറത്തെ കയ്യിലെടുക്കാം, അങ്ങനെ അല്ലായിരുന്നു. അവന് എപ്പോഴും കിണ്ണറമാണ്. പോകുമ്പോഴും വരുമ്പോഴും ആൾക്കാർ നോക്കിയാൽ, എടാ എന്തുവാ ശൗല് നല്ലതായിട്ട് ഇരിക്കുന്നുള്ളൂ, പിന്നെന്തിനാ കിണ്ണറം? അല്ലല്ല, ഞാൻ കിണ്ണറത്തെ ദുരാത്മാവിന് വേണ്ടിയല്ല, പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് വായിക്കുന്നത്. Hallelujah. Hallelujah. Praise the Lord. I am preaching in മലയാളം. ഇന്നലെ മുന്നേ കുറച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെ വന്ന്, എൻ്റെ വൈഫ് മലയാളിയാണ്. Praise the Lord. Hallelujah. ദുരാത്മാവ് 2 പ്രാവശ്യം വന്ന് നോക്കി, എന്തുവാ ഇവനെ കൊണ്ട് ഒത്തിരി ശല്യമായി പോയല്ലോ, ഇനി ഇങ്ങോട്ട് വരുന്നത് വേസ്റ്റാ. കാരണം എപ്പോൾ വന്നാലും അവൻ ടിങ്കിടി നിൽക്കുന്നു. എന്നങ്ങ് പോയി. ശൗൽ രാജാവിൻ്റെ മന്ത്രിമാർ ഒരു ദിവസം പറഞ്ഞു, ശൗൽ രാജാവേ, നമുക്ക് കോസ്റ്റ് കട്ടിങ് ചെയ്താലോ? ആവശ്യമില്ലാത്ത ജോലിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു വിട്ടാലോ? അങ്ങനെ വന്ന് തിരക്കിയപ്പോൾ നമ്മുടെ വ്യക്തി അവിടെ ഇരുന്നിട്ട് ടിങ്കിടി. ദുരാത്മാവ് വന്നിട്ട് 2 വർഷം ആയല്ലോ, പിന്നെ എന്തിനാ ടിങ്കിടി? ഇവനെ പറഞ്ഞു വിടുക. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോൾ നിന്റെ ജോലി നഷ്ടപ്പെട്ടാലും അതിനും നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. Hallelujah. Praise the Lord. Amen. You may think that why I am jobless for some time. നിങ്ങൾ ചിന്തിച്ചിരിക്കാം, എന്തുകൊണ്ട് എൻ്റെ ജോലി കുറച്ച് നാളത്തേക്ക് നഷ്ടപ്പെട്ടു. God is preparing you for greatness. ദൈവം നിന്നെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി God is preparing you for a different anointing. ഒരു പുതിയ വ്യത്യസ്തമായ അഭിഷേകത്തിന് വേണ്ടി ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യുക. The brother with the check shirt. റോയ്. The Lord says, I am preparing you for greatness. ദൈവം പറയുകയാണ്, നിന്നെ ചില വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. There will be power encounters. സ്വർഗമായുള്ള ശക്തിയുടെ കൂട്ടുമുട്ടലുകൾ. You will become a person of supernatural lifestyle. സൂപ്പർനാച്ചുറൽ ജീവിത ശൈലിയുടെ ഒരു വ്യക്തിയായി നീ മാറും. It was your desire this night that God must speak at least one word to you.
ഇന്ന് രാത്രി ദൈവം ഒരു വാക്കുകൾ എന്നോട് സംസാരിക്കണമെന്നാണ് അതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. And the Lord says, I have chosen you. ദൈവം നിന്നോട് പറയുകയാണ്, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. I will anoint you. ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. You will understand your purpose. നീ നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യത്തെ അറിയും. You will no longer be Simon but be Peter. നീ ഇനി ശീമോൻ ആയിരിക്കത്തില്ല, നീ പത്രോസ് ആയിരിക്കും. Hallelujah. Amen. Praise the Lord. Hallelujah. കോസ്റ്റ് കട്ടിംഗ് ആയി വീണ്ടും മരുഭൂമിക്ക് പോയി. അതായത് ജോലി നഷ്ടപ്പെട്ട് ദാവീദ് വീണ്ടും പഴയതുപോലെ മരുഭൂമിയിലേക്ക് പോയി. ദൈവം പറഞ്ഞു, ഒന്ന് ടിങ്ങിടി മാറ്റി വയ്ക്ക്. ഞാനിപ്പോൾ നിന്നെ ഒരു വീരനായിട്ട് മാറ്റാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു ട്രെയിൻ യു ടു ബിക്കം എ വാരിയർ. ദാവീദിനോട് ദൈവം പറഞ്ഞു, നിന്റെ കിന്നരമൊക്കെ മാറ്റിവെച്ചോ, നിന്നെ ഞാനൊരു വീരനായി നിന്നെ ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. One day a lion came. ഒരു ദിവസം ഒരു സിംഹം വന്നു. One day a bear came. ഒരു കരടി വന്നു. He was able to use the anointing to destroy, to annihilate those animals. അതുവരെ കിന്നര വായിച്ചുകൊണ്ടിരുന്ന ദാവീദ് അന്ന് ആ സിംഹത്തെയും കരടിയെയും കീറിക്കളയുവാൻ തന്റെ അഭിഷേകത്തെ He did not ask Lord why. എന്തുകൊണ്ട് എനിക്ക് മാത്രം സിംഹം വന്നു എന്ന് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ കരടി വന്നു ചോദിച്ചിട്ടില്ല. ചില സമയത്ത് ദൈവം നിന്നെ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു രീതിയിൽ ട്രെയിൻ ചെയ്യും. When you are under training, I want to tell you, don't complain, don't compare. നീ ഇങ്ങനെ ദൈവത്തിന്റെ ട്രെയിനിങ്ങിന്റെ കീഴിലായിരിക്കും, ഒരിക്കലും കംപ്ലൈന്റ് പറയരുത്, ആരുമായി നിന്നെ താരതമ്യപ്പെടുത്തരുത്. Hallelujah. After some day there came a person called Goliath. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മനുഷ്യൻ വരികയാണ്, ഗോലിയാത്ത് എന്ന പേരുള്ള മല്ലൻ. Goliath, he just saw the entire army of Israelites. ഇസ്രായേലിന്റെ മുഴുവൻ സൈന്യത്തെ അവൻ കണ്ടു. And he said, I am ready to fight with you. ഞാൻ നിങ്ങളുമായി യുദ്ധം ചെയ്യുവാൻ റെഡിയാണ്. And they are also said, we are also ready. അവരും പറഞ്ഞു, ഞങ്ങളും റെഡിയാണ്. And he said, but I want only one man from you. പക്ഷേ ഗോലിയാത്ത് പറയുകയാണ്, എനിക്ക് നിങ്ങൾ എല്ലാവരും വേണ്ട, നിങ്ങൾ ഒരുവൻ മതി. അയ്യോ, അങ്ങനത്തെ ട്രെയിനിങ് നമുക്ക് കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് ഒന്നിച്ച് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും, പക്ഷെ ഒറ്റയ്ക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ. കൂട്ടുപ്രാർത്ഥനയെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, പക്ഷേ തനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 10 മിനിറ്റ് ആയാൽ പരലോകം പോകും. ഹല്ലേലൂയ. Elevated David to a next level of operation. അത് ദാവീദിനെ മറ്റൊരു തലത്തിൽ, പ്രായോഗികമായ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. I believe this night the Lord is going to release such anointing over your life. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രി ദൈവം അത്തരത്തിലുള്ള ചില അഭിഷേകത്തിന്റെ ചില ചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Hallelujah. If you choose Jesus more than the miracle, നിങ്ങൾ യേശുവിനെ അത്ഭുതത്തെക്കാൾ അധികമായി യേശുവിനെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ, I want to tell you, your life is going to be supernatural. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതം സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. Peter left the miracle. പത്രോസ് അവന്റെ അത്ഭുതത്തെ അവിടെ കളഞ്ഞു. He said, Jesus, you are more than miracle to me. യേശുവേ, അവൻ പറയുകയാണ്, യേശുവേ, എനിക്ക് ഈ അത്ഭുതത്തെക്കാൾ നീ വലുതാണ്. Later on there was another encounter in which Jesus caused Peter to walk on the water. അടുത്തൊരു എൻകൗണ്ടർ ഉണ്ടാവുകയാണ്. ആ സമയത്ത് പത്രോസ് വെള്ളത്തിന്റെ മീതെ നടക്കുന്ന അനുഭവം ഉണ്ടായി. He was drowning. അവൻ മുങ്ങുവാനായി പോയി. But the Lord, caught him and he made him to walk yet again on that same sea. അതേ എവിടെയാണോ പത്രോസ് മുങ്ങി താഴുവാനായി പോയത്, അതേ സ്ഥലത്ത് തന്നെ യേശു കരം കൊടുത്ത് അവനെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ആ വെള്ളത്തിന്റെ മേൽ നടക്കുമാറാക്കി. ആദ്യ പ്രാവശ്യം അവന് ബോട്ടിരുന്ന് വെള്ളത്തിലേക്ക് കടലിലേക്ക് കാൽ വെച്ചപ്പോൾ അവൻ ശരി പേടിച്ചാണ് അങ്ങനെ സ്ലോ ആയിട്ടാണ് നടന്നത്. മുങ്ങിയപ്പോൾ ദൈവം അവനെ പൊക്കി. അതിനുശേഷം ഇപ്പൊ അവന് പിടികിട്ടി, ഞാൻ എത്ര മുങ്ങിയാലും പൊക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. Hallelujah. Now Peter is so excited. ഇപ്പോൾ പത്രോസിന് വളരെയധികം ആശ്ചര്യമായി. ഞാൻ പത്രോസായിട്ടുണ്ടെങ്കിൽ ഞാൻ യേശുവോട് പറഞ്ഞു തന്നെ, യേശുവേ, അവന്മാരൊക്കെ അകത്തിരുന്ന് എന്നെ കളിയാക്കിയല്ലേ,
ഞാൻ മുങ്ങിയപ്പോൾ ചിരിച്ച വ്യക്തികൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ദൈവം മുന്നിവിടെ നിൽക്കേ, ഞാൻ കുറേ നേരം അതിനകത്ത് ഓടിയിട്ടങ്ങ് തിരിച്ചു വരാം. എത്ര എക്സൈറ്റ്മെൻറ്റ്! മനുഷ്യൻ മൂണിൽ പോയി ചന്ദ്രനല്ലേ, അവിടെ പോയി കാല് കുത്തിയതിനേക്കാളും എക്സൈറ്റ്മെൻ്റ് ആണ് കടലിന്മേൽ നടക്കുന്നത്. ബട്ട് ഫോർ പീറ്റർ the greatest excitement is not walking on the water, it was being with Jesus. പത്രോസിനെ സംബന്ധിച്ചോളം ആ കടലിന്മേൽ നടക്കുന്ന വലിയ അത്ഭുതം തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ യേശുവിനൊപ്പം ആയിരുന്നാണ് അവന് കൂടുതൽ എക്സൈറ്റ്മെന്റ് കൊടുത്തത്. So this night I want to tell you, the Lord is willing to break your silence. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ചില നിശബ്ദതയുടെ കാലഘട്ടങ്ങളെ ദൈവം ബ്രേക്ക് ചെയ്യാനായി പോവുകയാണ്. We are just going to pray now. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. At some point of time, if you feel that the word has ministered to you, ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നിങ്ങളോട് ഈ വചനം ശുശ്രൂഷിക്കപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെവർ മാത്രം എണീറ്റ് നിൽക്കുക. നിങ്ങൾ ഇന്ന് സംസാരിച്ച വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ അത് സംസാരിച്ചു നിങ്ങളോട് ഇടപെട്ടു എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. Please. Right? Wonderful. Only such people, thank you. Only such people come forward. നിൽക്കുന്നവർ മാത്രം മുമ്പിൽ വരട്ടെ. സ്ത്രീകൾ ഈ സൈഡിൽ നിൽക്കുന്നവരെല്ലാം മുമ്പോട്ട് വന്നാട്ടെ. Hallelujah. As you are standing, you just raise your hands. The Holy Spirit will fill you. നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുവാനായി പോവുകയാണ്. Just get ready. തയ്യാറായിക്കോളൂ. There's a tremendous anointing. ശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. For some it is going to be fragrance of life. നിങ്ങൾ ചിലർക്ക് it's going to be fragrance of life. ചിലർക്ക് ജീവിതത്തിന്റെ സുഗന്ധമായി മാറാൻ പോവുകയാണ്. You will repel demons. നിങ്ങൾ പിശാച് നിങ്ങളുടെ സ്മെൽ ആ ഫ്രാഗ്രൻസ് കണ്ട് ഓടും. ആമേൻ. For some you are going to become the voice. ചിലർക്ക് ദൈവത്തിന്റെ ശബ്ദമായി മാറാൻ പോവുകയാണ്. The breath of the Lord will come upon you. ദൈവത്തിന്റെ ശ്വാസം നിങ്ങളുടെ മേൽ വരികയാണ്. Hula shakura masatainiate. The whole rashila mamre la rakata tawai. The whole setete la rashakura masataini. I'm hearing the sound of thunder. ഞാൻ ഇടിമുഴക്കത്തിന്റെ ശബ്ദം കേൾക്കുന്നു. Maybe you are waiting for a sign. നിങ്ങളൊരു നിശബ്ദതയിൽ കാത്തിരിക്കുമ്പോൾ, You are waiting for a sign, അടയാളം. നിങ്ങൾ ഒരു അടയാളത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, And when people say there's nothing, even for 7 times, 7 പ്രാവശ്യം ചിലപ്പോൾ ജനം പറഞ്ഞേക്കാം, ചുറ്റുമുള്ള പറഞ്ഞേക്കാം ഒന്നുമില്ല എന്ന്. but there's going to be 8th time. എന്നാൽ 8ാമത്തെ പ്രാവശ്യം People are going to witness the move of the cloud. ജനം നിങ്ങൾക്ക് വേണ്ടി ആ മേഘം മൂവ് ചെയ്യുന്നത് കാണാനായി പോവുകയാണ്. Hallelujah. God spoke to Moses and said, when the cloud begins to ascend, ദൈവം മോശയോട് പറഞ്ഞു, മേഘം പൊങ്ങുവാനായി തുടങ്ങുമ്പോൾ you will be moving to another place. നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് മൂവ് You will be moving to another level. നിങ്ങൾ അടുത്തൊരു തലത്തിലേക്ക് മൂവ് ചെയ്യും. This night I feel strongly that the cloud is ascending. ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുകയാണ്, ആ മേഘം പൊങ്ങുകയാണ്. If there is something that belongs to your old nature, God is dealing with it this night. നിങ്ങളുടെ പഴയ സ്വഭാവമായി, പഴയ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇന്നും ശേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതുമായി ഡീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. You no longer belong to the bloodline of Adam. നിങ്ങൾ ഇനി ആദാമിന്റെ പാരമ്പര്യത്തിലുള്ള രക്തത്തിൽ നിന്നല്ല. You no longer belong to the bloodline of Adam. നിങ്ങൾ ആദാമിന്റെ വംശ പാരമ്പര്യത്തിലുള്ളവരല്ല. Bloodline. രക്തത്തിന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല. Adamic bloodline
everything evil, everything negative happens to you without your knowledge, without your invitation. ആദാമ്യ പാരമ്പര്യത്തിൽ ആ രക്തത്തിന്റെ ആ വംശാവലിയിൽ നിങ്ങൾ പോലും അറിയാതെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടേയിരുന്നത്. Grandfather had diabetes, father had diabetes, automatically it comes to son also. അതായത് മുത്തശ്ശനുണ്ടെങ്കിൽ അടുത്ത പിതാവിന് അടുത്ത് നിങ്ങളിലേക്ക് ഇങ്ങനെ തലമുറകളായി കൈമാറിയാണ് പലപ്പോഴും പല രോഗങ്ങളും വന്നിരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അത് അതുമായിട്ട് വരുന്നു. If that is true, if you are connected to the bloodline of Jesus, എന്നാൽ ഇന്ന് നിങ്ങൾ യേശുവിന്റെ രക്തവുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. everything that is good, blessed in him will come to you even without you knowing it. നിങ്ങൾ പോലും അറിയാതെ യേശുവുമായി കണക്ട് ചെയ്തിരിക്കുമ്പോൾ യേശുവുള്ള സകല നന്മകളും നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. I feel in my spirit that there is a healing taking place right now. It is a blood related disease. ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുക, ആത്മാവിൽ അറിയുകയാണ്, ഇവിടെ രക്തവുമായി ബന്ധപ്പെട്ടുള്ള ചില സൗഖ്യങ്ങൾ നടക്കാൻ പോവുകയാണ്. Blood related disease, you are healed right now. രക്തവുമായി ബന്ധപ്പെട്ടുള്ള ഏത് രോഗമായിക്കോട്ടെ നിങ്ങൾ ഇപ്പോൾ സൗഖ്യമാകാൻ പോവുകയാണ്. The mighty power of God is resting upon you. Fire upon you. Emrala shatoro loko rabasataini. Rehela rasola mate. Everything of the past, the delays of the past, പഴയകാലത്തിലുള്ള താമസങ്ങൾ, the defeated patterns of the past, ഒത്തിരി പരാജയങ്ങളുടെ തീർമാനമായുള്ള പാറ്റേണുകൾ, the depths of the past, പഴയകാലങ്ങളിലുള്ള മരണങ്ങൾ, കടങ്ങൾ, nothing will have any power or influence over you. ഒന്നിനും നിങ്ങളുടെ മേൽ ഇനിമേൽ യാതൊരുവിധമായ സ്വാധീനം ഉണ്ടായിരിക്കത്തില്ല. Hallelujah. Hallelujah. Man, hallelujah. സർവ വല്ലവരാഴുகிறார். Hallelujah. Hallelujah. സർവ വല്ലവരാഴുகிறார். தூயரே சர்வவல்லவர் நீரே, துதியுமக்கே நீர் பாத்திரரே. துதியுமக்கே நீர் பாத்திரரே. சர்வ வல்லவர் ஆளுகிறார். Hallelujah. தூயரே சர்வ வல்லவர் நீரே, துதியுமக்கே நீர் பாத்திரரே. I want you all to go back to your place, please. നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാം. സ്ഥലങ്ങളിലേക്ക് പോയിരിക്കാവും. I want to tell you that you have received something this night. ഞാൻ നിങ്ങൾ പറയട്ടെ, ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ്. Only one verse and we are going to
end it here. ഒരു വചനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായി പോവുകയാണ്. Luke chapter 1 verses 21. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. Somebody can read that for us. Luke 1 verses 21. ജനം സെഖര്യാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. Amen. If some encounter has happened in your life, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായുള്ള ചില കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ how it can be identified? എങ്ങനെ തിരിച്ചറിയുവാനായി കഴിയും? You will be delaying yourself in the presence of God. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കും. You will tarry more time in the presence of God. നിങ്ങൾ കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ഇരിക്കുവാനായി ആരംഭിക്കും. As you tarry in the presence of God, everyone that is waiting for you will be astonished. നിങ്ങൾ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിൽ ഇരിക്കുവാനായി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ നിങ്ങളെ കാത്ത് Amen. അതിശയപ്പെടും. Hallelujah. May God bless this ministry. ദൈവം ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ. May God, bless everyone that is shouldering this vision. ഇതുമായി കണക്ട് ചെയ്യുന്ന എല്ലാവരെയും ദൈവം ബ്ലെസ് ചെയ്യട്ടെ. May the Lord bless everyone that has come here. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. The word will definitely be ministering to you. ഇന്ന് രാത്രി ഇവിടെ സംസാരിച്ച വചനം തീർച്ചയായും നിങ്ങളോട് ശുശ്രൂഷിക്കപ്പെടും. The anointing will rest upon you. ഈ അഭിഷേകം നിങ്ങളുടെ മേൽ ആയിരിക്കും. And it will transform Simons into Peter. ആ അഭിഷേകം ശീമോന്മാരെ പത്രോസാക്കി മാറ്റും. Amen. ആമേൻ. God bless you.